ഹായ് ഫ്രണ്ട്സ്, ഇതെന്റെ ഫ്രണ്ട് ദീപ. ഞാൻ കോട്ടയത്ത് മോളുടെ തെറാപ്പിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ വർഷങ്ങളുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്ത് താമസിച്ച ദീപയാണിത്. സൈക്കോ തെറാപ്പിസ്റ്റാണ്. പിന്നെ റേക്കി ഹീലിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ആളാണ്. ഞാൻ ദീപയുടെ അടുത്തുനിന്ന് റേക്കി ഹീലിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദീപ ഇവിടെ അമ്പലപ്പുഴ ഞങ്ങളിങ്ങനെ താമസമായി കഴിഞ്ഞപ്പോൾ അമ്പലപ്പുഴ ഞങ്ങളുടെ അമ്പലത്തിനടുത്ത് ഇവരുടെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഒരു പൂജയൊക്കെ ആയിട്ട് ഇന്നലെ വന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തപ്പം എന്നോട് പറഞ്ഞു, ഞാനൊരു റെസിപ്പി പറഞ്ഞു തരാം ചേച്ചി അതൊന്ന് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ദീപയും കൂടെ എൻ്റെ കൂടെ നമുക്ക് ഒന്നിച്ച് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ദീപ പറയും എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടൊരു ഡിഷാണ്. ഞാൻ സാധാരണഗതിയിൽ എൻ്റെ 2 കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്, 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. 4 മണി പലഹാരമായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഒരുപാട് എരിവൊന്നുമില്ല, പക്ഷേ വളരെ മിനിമം എരിവുണ്ട്, സ്വീറ്റ് അല്ല. ഓക്കെ, അപ്പം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈദാമാവിന് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഗോതമ്പ് മാവിൽ തന്നെ വളരെ കുറച്ച് നീട്ടമായിട്ട് നമുക്ക് മാവ് കലക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മൈദ ചിലർക്ക് ഹെൽത്ത് വൈസ് ഇഷ്ടം ഇല്ല, അല്ലെ പറ്റില്ല എന്ന് പറയുമെങ്കിലും മൈദയിൽ ഉണ്ടാക്കിയപ്പോഴത്തേന് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾ പറഞ്ഞ് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ മൈദ എടുത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് 2 മുട്ട വേണം. പിന്നെ നമുക്ക് 2 സവാള വളരെ ചെറുതായിട്ട് കുത്തിയരിഞ്ഞ് സവാള വേണം. പിന്നെ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റ് മസാല കുറച്ച് ഒരു 1.5 സ്പൂൺ വേണം. പിന്നെ കുറച്ച് സോൾട്ട് വേണം. അത്രയും ചിക്കൻ മസാല ആണെങ്കിലും ഉപയോഗിക്കാം. അതേപോലെ നമുക്ക് കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പം നമുക്ക് അതിലേക്ക് ഇതിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ, ഞാനും എൻ്റെ മക്കൾ വിട്ട പേരാണ്. എൻ്റെ പൊറോട്ട എഗ്ഗ് മസാല എന്നാണ് അതിൻ്റെ പേര്. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യണം. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും ആൾക്കാർക്കും എല്ലാം ഇത് ഉണ്ടാക്കി കൊടുക്കുകയും വേണം. അതേപോലെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് കമന്റ് ചെയ്യുകയും കൂടെ വേണം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണേ, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെജിറ്റബിൾ കട്ടറിലിട്ട് സവാള ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. സവാള തീരെ പൊടിയായിട്ട് അരിയണം, അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ ഇട്ടങ്ങ് വലിച്ചാൽ മതിയല്ലോ. നല്ല ചെറുതായിട്ട് തരിതരിയായിട്ട് തന്നെ ഇപ്പം ഇതാണ്ടേ. ഇതിലും ചെറുതാവണോ? ഇത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ചെറുതാവണോ? കുറച്ചുകൂടി ചെറുതായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. നമുക്ക് ഒന്നുകൂടെ 2 പേരും കൂടെ കൊടുക്കാം, മതിയായിരിക്കും. ഓക്കെ, ഇത്രയും തരിതരിയായിട്ട് നമ്മൾ വലിച്ചെടുത്തു. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ഇടാം. ഈ ബൗളിടാനും നമുക്ക് ഈ ബൗളിലേക്ക് ഒന്നിടാം. ഈ സ്പൂൺ ഇത് നമുക്കുണ്ടില്ലേ, നമ്മുടെ പൊറോട്ട എഗ്ഗ് മസാലയ്ക്ക് നമുക്ക് ടോപ്പിങ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് അധികം എരിവുകളൊന്നും ചേർക്കേണ്ട, കുട്ടികൾക്ക് പലഹാരമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇഞ്ചിയും മറ്റ് ചിലപ്പം ഗാർലിക്കിൻ്റെ ഒന്നും ടേസ്റ്റുകൾ കുട്ടികൾക്ക് ഇഷ്ടമില്ലാണ്ട് വരും. സവാള ആകുമ്പോഴത്തേനും വലിയ കുഴപ്പമില്ല, അതുകൊണ്ടാണ് നമുക്ക് സവാള ചേർക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം. ഒരു മുട്ടയും കൂടി ഇരിക്കട്ടെ. 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. നമ്മൾ 2 മുട്ട എടുത്തു അല്ലേ. ഇതിലേക്ക് നമുക്ക് ഒരിച്ചിരി സോൾട്ടും ഒരിച്ചിരി മുളക് പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. എത്ര ഇടാവോ? അത്രയും വേണ്ട, വളരെ കുറച്ച് മതി. അതെ, മതി. ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരിച്ചിരി മുളക് പൊടിയും കൂടെ വേണേ. എന്നിട്ട് നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു.
ഇത്ര മുളക് പൊടി ഇട്ടെ. മുളക് പൊടി ഓക്കെ, ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടോളൂ. ഓക്കെ, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയെ ഇട്ടിട്ടുള്ളൂ ഞാൻ. അതെ. ഇനി നമുക്ക് അടുത്തതായിട്ട് തയ്യാറാക്കേണ്ടുന്ന നമുക്ക് മൈദ വേണം. മൈദ കുറച്ച് നീട്ടത്തിൽ നമുക്കൊന്ന് കലക്കിയെടുക്കണം. ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇത് 250 ml ഒരു കപ്പാണ്. അതിൽ അത്രയും മൈദ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മൈദ ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ശകലം മഞ്ഞൾപ്പൊടി. ഇനി ഒരു ഇച്ചിരി മുളക് പൊടി, ശകലം മുളക് പൊടി. ഇനി ഒരു ഇച്ചിരി സോൾട്ട്, നമുക്ക് ടേസ്റ്റിന് വേണ്ടി മാത്രമുള്ള സോൾട്ട്. ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന് വേണം. അതെ, പാകത്തിനനുസരിച്ചിട്ടാൽ മതി. ഇനി പതിയെ നമുക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് കലക്കി, ഒരു ഇച്ചിരി നീട്ടത്തിൽ കലക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മൾ ഇത് വെറും പച്ചവെള്ളമാണ് ഒഴിച്ചത്. നമ്മൾ നമ്മുടെ മൈദ മസാലയെല്ലാം ഇട്ട് നേരത്തെ പറഞ്ഞ പോലെ നല്ല മയത്തിൽ നമ്മളൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഈ മാവിനെ നമുക്കൊരു കോണാക്കി എടുക്കാം. നമ്മളിത് മാവ് ആക്കി എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറിനകത്ത് ആക്കിയാണ് ഇട്ടേക്കുന്നത്. ഇത് വളരെ ചെറിയ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഒരു നെറ്റ് രീതിയിൽ നമ്മൾ ഇങ്ങനെ മാവിനെ ആക്കിയെടുക്കണേ. അതിന് ഒരുപാട് കട്ടിയൊന്നും വേണ്ട. നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ ഓരോന്നൊക്കെ കളിക്കുന്ന കണ്ടിട്ടില്ല, അതേപോലെ നമുക്കിത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇത് ഉണ്ടാക്കുന്ന കാണുമ്പോഴേ കുട്ടികൾ അടുത്ത് വന്ന് നിൽക്കും. എൻ്റെ വീട്ടിലെ അമ്മേ ഞാൻ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഏകദേശം ഇത്ര ഇട്ടാൽ മതി. ഇത് കണ്ടോ, ഒരു നെറ്റ് പോലല്ലേ ഇരിക്കുന്നത്. ഇതൊന്ന് വെന്തോട്ടെ, അതിനായിട്ട് നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് ഒരിച്ചിരി നമ്മൾ നേരത്തെ കലക്കി വെച്ച മുട്ടയുണ്ടല്ലോ, ഉപ്പും മുളകും എല്ലാം ഇട്ടത്, ആ മുട്ടയുടെ ഒരു ചെറിയൊരു നൈസ് ലെയറാണ് നമ്മളിവിടെ ഒഴിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനി ഒന്ന് പരത്തി കൊടുക്കുകയും ചെയ്യാം ചെറുതായിട്ട്. ഇതൊന്ന് വട്ടത്തിൽ ആ മുട്ട എല്ലായിടത്തും ആ നെറ്റിനിടയ്ക്കൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ മുട്ട അങ്ങ് കൊടുക്കാം. അതായത് നമുക്ക് ഏകദേശം റൗണ്ട് ആകൃതി തന്നെ നമുക്കത് പരത്തിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവാനായിട്ട് നമുക്കൊരു മിനിറ്റ് സമയം കൊടുക്കാം. ഈ മുട്ട ഒന്ന് വാടി ഇനി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് സവാളയിൽ ഇട്ട് കൊടുക്കണേ. മുട്ട ഒരു ഹാഫായിട്ട് ഇങ്ങനെ വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ ചെറിയ തോതിലൊരു നൈസ് ലെയർ സവാളയിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ചിക്കൻ മസാല വേണം. ചിക്കൻ മസാലപ്പൊടി എടുത്തിട്ട് നമുക്ക് വളരെ ചെറിയ തോതിൽ നമുക്കിങ്ങനെ ഒന്ന് അതിനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അധികം എരിവൊന്നുമില്ലാത്ത രീതിയിൽ ചെറുതായിട്ടൊരു ലെയർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ അടുത്തതായിട്ട് വീണ്ടും ചെയ്യാൻ പോകുന്നത് ഈ ലെയറിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത നെറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ മൈദാമാവ് വെച്ച് തന്നെ. ഈ മസാലയും ഈ ഉപ്പും മുട്ടയും എല്ലാം കൂടി അങ്ങ് ചേർന്നിട്ട് ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും മണവും ഒക്കെ വരുവേ. എന്നിട്ട് ഇങ്ങനെ വരുന്ന ലെയറിൻ്റെ മുകളിലേക്ക് ഇതിപ്പം ഞാൻ തീ സിമ്മിൽ കിടന്ന തീ ഒരു ഇച്ചിരിയും കൂടെ ഹൈയിലേക്ക് ആക്കിയിട്ടുണ്ട്. താഴെ വശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല മണവും രുചിയും കിട്ടുവേ. ഇതിലേക്ക് ഞാൻ ഒരു ഇച്ചിരി നെയ്യ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇതും വേവാനായിട്ട് നമുക്കൊരു ഇച്ചിരി സമയം ഒന്ന് കൊടുക്കാം. അപ്പം നമ്മുടെ താഴത്തെ ആ ലെയർ
നമുക്കൊന്ന് തൊട്ട് നോക്കാം. നമുക്ക് അതൊന്ന് പറഞ്ഞു വരാനായിട്ടുള്ള പരുവായിട്ടുണ്ടോ എന്ന് നോക്കാം. എന്താ പറഞ്ഞു വരാനായിട്ടുള്ള പരുവായിട്ടുണ്ട് എങ്കിലും നമുക്കൊന്നുകൂടെ ഒന്ന് മുരിയാനായിട്ടുള്ള സാവകാശം കൊടുക്കണേ. അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പം തിരിച്ചിടാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേന് അത് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. തീ ഇച്ചിരി കൂടെ കൂട്ടി കൊടുക്കണം. ഒരു തുള്ളി ഒന്ന് കൂട്ടിക്കാം. ഓക്കെ, ഇപ്പൊ തന്നെ ഇതാ നല്ല മസാല എഗ്ഗും എല്ലാം ചേർന്നിട്ടുള്ള ആ മണം നല്ല പോലെ വരാനായിട്ട് തുടങ്ങി. ഈ മണം കേൾക്കുമ്പോഴാണ് എൻ്റെ പിള്ളേർ ഓടി വരുന്നത്. അമ്മ എന്തുണ്ടാക്കുക, സ്പെഷ്യൽ എന്തുണ്ടാക്കുക, ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഓടി വരാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്കിത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ ഒന്നുകൊണ്ട് തിരിച്ചിടുവാണേ. ഈ തിരിച്ചിട്ട ആ വശം നല്ലപോലെ മൊരിയണം. ആ സമയത്തിന് നമ്മൾ വീണ്ടും ഒരു ലെയറൂടെ നമുക്ക് മാവ് എടുക്കണം. അങ്ങനെ ഒരു 3, 4, 5 ലെയറൊക്കെ നമുക്ക് ഈ മാവ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഒരു ചെറിയ നെറ്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസ് ആയിട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ ലെയർ സവാള ഒന്ന് കൊടുക്കാമേ. അതായത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചെയ്ത് അതേ രീതിക്ക് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വളരെ കുറച്ച് ഒരു തിൻ ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഒരു 4, 5 ലെയറിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. പിച്ചെടുക്കുമ്പം തന്നെ അതിൻ്റെ ആ ലെയറിനകത്തുള്ള ആ മണവും രുചിയും എല്ലാം കൂടെ ചേരുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇതിനകത്ത് നമ്മളൊരു ചെറിയ തോതിൽ നെയ്യ് വീണ്ടും ഈ സൈഡിൽ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണേ. ഇപ്പം നമ്മുടെ താഴത്തെ ലെയർ ഏകദേശം മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വളരെ ചെറിയൊരു തിൻ ലെയർ എഗ്ഗ് വീണ്ടും നമ്മൾ കൊടുക്കുകയാണേ. അത് റൗണ്ടിൽ തന്നെ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. എല്ലായിടത്തും ഒന്നും പറ്റത്തക്ക രീതിയിൽ ആ എഗ്ഗിൻ്റെ ഒരു കോട്ടിങ് വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ മസാല എല്ലാം അവിടെ നല്ലപോലെ ഫിക്സ് ആയിട്ടുണ്ടാവും. മുട്ട ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾ ആരും ഇല്ലല്ലോ. ഇവർക്ക് പല രീതിയിൽ 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റൗണ്ടായിട്ട് ചെയ്ത് വെക്കാം. ഇപ്പം ഏകദേശം എല്ലായിടത്തും തന്നെ ആ എഗ്ഗിൻ്റെ ലെയർ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണേ. എല്ലാ വശവും താഴ്വശം എല്ലാം ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും വീട്ടിൽ ഇന്ന് തന്നെ പരീക്ഷിക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ്. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു ലെയർ നല്ലപോലെ മുരിഞ്ഞിട്ട് ഇതിന് നല്ലൊരു മണം വരുന്നുണ്ട്. വലിയ എരിവും ഇല്ല, കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു ലെയറാണിത്. വേണമെങ്കിൽ ഒരുപാട് കട്ടിക്കായിട്ടാണ് കുട്ടികൾക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പാകത്തിനാണെങ്കിൽ ഇതിൻ്റെ മേളിൽ വീണ്ടും ലെയറൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മളൊരു 3 ലെയറാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ മിഡിലിൽ 2 ഒരു എഗ്ഗിൻ്റെ കോട്ടിങ്ങും വന്നിട്ടുണ്ട്. ഈ 2 നമ്മുടെ മൈദയുടെ കോട്ടിങ്ങും വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ നമ്മൾ എഗ്ഗ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഒരു മൈദാക്കോട്ടൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കുമേ. ഇത്ര ഒഴിച്ചാൽ മതി. ഈ സാവധാനം ഇതിനെ ഒന്നുകൂടെ ഞാൻ മറിച്ചിടുകയാണ്. ഇനി ആ വശവും കൂടെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരാനായിട്ട് നമുക്കൊന്ന് ടൈം കൊടുക്കാം. ആ നെയ്യുടെയും മസാലയുടെയും ആ സവാളയൊക്കെ മൊരിഞ്ഞതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. സിമി ചേച്ചി, മണം കിട്ടുന്നുണ്ടോ? എങ്ങനെയുണ്ട്? നല്ല മണമുണ്ട്. ഇത് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ. ഇത് നമുക്ക് ഇനി സാവധാനം ഒന്ന് എടുക്കാം.
ഇതിൻ്റെ താഴത്തെ ലെയർ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അതൊന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കാണിക്കാമേ. കണ്ടോ, ഇതിപ്പോൾ നല്ലപോലെ ഫിക്സായി. ഇതിൻ്റെ സൈഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിനൊരു ചെറിയ കനമൊക്കെ തോന്നുന്നുണ്ട്, എങ്കിലും വളരെ തിന്നായിട്ടുള്ള ലെയർ തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് ഇച്ചിരൂടെ ഒന്നുകൂടെ ഇപ്പോഴത്തെ സൈഡ് മുരിക്കണമെങ്കിൽ ഇതേപോലെ മുരിച്ചെടുക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഇച്ചിരി സോൾട്ട്, ചെറിയ തോതിലുള്ള എരിവ്, മുളക് പൊടി, എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരുന്നത്. അതേപോലെ ഇതിൻ്റെ ലെയറിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ നിങ്ങൾക്ക് ഏതാണ് മസാല അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതാ ഞാൻ ഇതിനെ ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാമേ. എടുത്തേക്കട്ടെ ചേച്ചി. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് പൊറോട്ട എഗ് മസാല എന്ന് പറയുന്നത്. ഇത് ചേച്ചി ഒന്ന് ടേസ്റ്റ് ചെയ്തൊന്ന് കാണിച്ചേ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കട്ടെ. ചൂടുണ്ട് ചെറുതായിട്ട്. എങ്ങനെയുണ്ട് അതിന്റെ രുചിയൊക്കെ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. സവാളയൊക്കെ ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടും. അങ്ങനെ നല്ല ടേസ്റ്റ് ആണ്. ഒരുപാട് എരിവില്ല, പിള്ളേർക്ക് എരിവേ ഉള്ളൂ. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മുട്ടയും നമ്മുടെ സാധാരണ പൊറോട്ടയിൽ നമുക്ക് ഇങ്ങനെ ലെയർ ആയിട്ട് നമുക്ക് പിച്ചെടുക്കാൻ പറ്റും. ഇതും ഇതേപോലെ നമ്മളിങ്ങനെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ സൈഡ് ശ്രദ്ധിച്ചാലറിയാം, ഇതിനകത്തേക്ക് നോക്കിയാലേ ഇതിനകത്തൊരു ലെയർ വരുന്നുണ്ട്. അത് പിള്ളേർക്ക് നല്ലപോലെ ഇഷ്ടമാണ്. വളരെ സോഫ്റ്റുമാണ്, കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. എന്തായാലും ഞാൻ സിമി ചേച്ചിയുടെ വീട്ടിൽ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഉത്സവം പ്രമാണിച്ച് കുടുംബക്ഷേത്രത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രമാണിച്ച് ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോഴത്തേനും എനിക്ക് സിമി ചേച്ചിക്കും ഫാമിലിക്ക് ഇതേപോലെ ഒരു നല്ല ഡിഷ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എല്ലാവരും അതൊന്ന് മിന്നുകുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതെ, മിന്നുകുട്ടിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ വീട്ടിലൊന്ന് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു.